ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാലറിയുടെ ഒരു 3 പ്രോബ്ലം ചെയ്തിരുന്നു. ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് വീഡിയോസിൽ വർക്കൗട്ട് ചെയ്ത് കാണിക്കാനായിട്ട് ടൈം ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യേണ്ട രീതികൾ, പ്രോബ്ലംസ് എടുത്തിട്ട് അത് ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ തനിയെ വർക്കൗട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് നോട്ട്ബുക്കിൽ അത് വർക്കൗട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ത് ഡൗട്ട് വന്നാലും പേഴ്സണലി വിളിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം എഴുതുക കേട്ടോ. അപ്പോൾ ഐ വിൽ ഗിവ് യു ദ ഇൻസ്ട്രക്ഷൻസ് ഓർ ഹൗ ടു ഡു ദ പ്രോബ്ലം. ഓക്കെ, the next fourth problem is, from the following particulars calculate the taxable salary of Mr. Murali who is now working in a private company at Chennai. ഇപ്പോൾ സാലറിയുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓരോ സെൻറ്റൻസ്, ഓരോ വേർഡും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം വായിക്കുമ്പോൾ തന്നെ ഹൂ ഈസ് നൗ വർക്കിംഗ് ഇൻ എ പ്രൈവറ്റ് കമ്പനി, അത് നമുക്ക് ആവശ്യം വരും. ഗവൺമെൻറ് എംപ്ലോയി ആണോ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്ന് തിരിച്ചറിയാൻ. അറ്റ് ചെന്നൈ, ചെന്നൈ എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ സിറ്റി, ചെന്നൈ, മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ഇതിലേതെങ്കിലും ആണെങ്കിൽ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാണുമ്പോൾ നമുക്ക് ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഓരോന്നും വളരെ കെയർഫുള്ളായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് പോവുക. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിനാണെങ്കിലും വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്തിടുക ഇങ്ങനെയുള്ള പോയിൻറ്റ്സ്. ഫസ്റ്റ് സാലറി 11,200 പെർ മന്ത്. ഇപ്പോൾ നമുക്കതിന് പ്രത്യേകിച്ച് ഇന്നർ കോളം 11,200 ഇൻറ്റു 12 പെർ മന്താണ് തന്നേക്കണേ. അപ്പോൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ പ്രോബ്ലം എഴുതാനായിട്ട് നിങ്ങൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഹെഡിങ് എഴുതിയിട്ടേക്കുക. കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി ഇൻകം ഓഫ് മിസ്റ്റർ മുരളി ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2020-21. അത് കഴിഞ്ഞിട്ട് ഓരോ ആയിട്ട് നമുക്ക് എഴുതി തുടങ്ങാം. ഫസ്റ്റ് ബേസിക് സാലറി 11,200 പെർ മന്ത് തന്നിരിക്കണേ. അപ്പോൾ ഇന്നർ കോളം 11,200 ഇൻറ്റു 12, ഔട്ടർ കോളം എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തത് എടുത്ത് എഴുതാം. സെക്കൻഡ് ഐറ്റം ഡി എ ഫുള്ളി ടാക്സബിൾ അലവൻസ് എന്നാണ് മിസ് പഠിപ്പിച്ചേക്കണേ. ഡിയർനെസ് പേയും ഡിയർനെസ് അലവൻസും ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, 3,850 പെർ മന്ത് എന്നാണ് തന്നേക്കണേ. ഇന്നർ കോളം 3,850 ഇൻറ്റു 12 എഴുതുക. ഔട്ടർ കോളം ആ എമൗണ്ട് എടുത്ത് എഴുതുക. ഇനി എ റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ഫോർ വിച്ച് ഹി പേയ്സ് എ മന്ത്ലി റെൻറ്റ് ഓഫ് 300. ശ്രദ്ധിച്ച് വായിക്കുക ക്വസ്റ്റ്യൻ. ഒരു റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ ഒന്നും ഇല്ലാതെ ഒരു വീട് എംപ്ലോയിക്ക് ഉപയോഗിക്കാനായിട്ട് എംപ്ലോയർ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഹീ പേയ്സ് മന്ത്ലി റെൻറ്റ് ഓഫ് 300. അതിന് 300 രൂപ മാസം റെൻ്റായിട്ട് എംപ്ലോയി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കേസിൽ എന്താ പഠിപ്പിച്ചേ, എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എത്രയെങ്കിലും എമൗണ്ട് എംപ്ലോയർ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്നല്ല പറയുക, പകരം എന്താണ്, കൺസെഷണൽ റെൻറ്റ് അക്കോമഡേഷൻ. അപ്പോൾ നിങ്ങളിവിടെ വാല്യൂ ഓഫ് കൺസെഷണൽ റെൻറ്റ് അക്കോമഡേഷൻ അല്ലെങ്കിൽ അത് കാണാനുള്ള സ്പേസ് വിട്ടേക്ക് നമുക്ക് വർക്കിംഗ് കോളത്തിലിട്ട് കാണാം. ഓക്കെ, നാലാമത്തെ എ കാർ വിത്ത് ആൻ എൻജിൻ കപ്പാസിറ്റി ഓഫ് 1.8 ലിറ്റർ അണ്ടർലൈൻ ചെയ്തിടുക. എന്താ പറഞ്ഞേക്കണത്, നമ്മൾ 1.8 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണെങ്കിൽ ബിഗ് കാറും 1.8 ലിറ്റർ കപ്പാസിറ്റിയേക്കാൾ താഴെയുള്ളതാണെങ്കിൽ സ്മോൾ കാറുമാണ്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ്, രണ്ടിനും ടാക്സിബിൾ എമൗണ്ട് സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബിഗ് കാറാണോ സ്മോൾ കാറാണോ എന്ന് അറിയാൻ വേണ്ടി അത് വായിക്കുമ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്തേക്കാം. വിത്ത് എ ഡ്രൈവർ ഈസ് പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ. അപ്പോൾ കാറ് മാത്രമല്ല, കാറിൻ്റെ ഒപ്പം ആരെയും കൂടെ കൊടുക്കുന്നുണ്ട്, ഡ്രൈവറെ കൂടെ കൊടുക്കുന്നുണ്ട്. ഓൾ എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ദ കാർ ഈസ് മെറ്റ് ബൈ ദി എംപ്ലോയർ. കാറിൻ്റെ എക്സ്പെൻസ് എല്ലാം മെറ്റ് ചെയ്യണത് എംപ്ലോയർ ആണ്. ദെൻ ദ കാർ ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ പർപ്പസ്. നമ്മളോട് അതിൻ്റെ മോട്ടോർ കാറിൻ്റെ ടാക്സബിലിറ്റി കാണാനാണ് പറയണേ. അപ്പോൾ മോട്ടോർ കാറ് ക്ലാസ് ഒന്നുകൂടെ പോയി നോക്കുക. മോട്ടോർ കാറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരൊറ്റ ക്ലാസ്സിൽ എടുത്ത് തന്നിട്ടുണ്ട്, അത് നല്ലോണം നോക്കുക. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. 4 കേസായിട്ടാണ് അതിൽ പറഞ്ഞേക്കണേ. കേസ് 1, കാർ ഓൺഡ് ബൈ ദ എംപ്ലോയർ, എക്സ്പെൻസസ് മെറ്റ് ബൈ ദി എംപ്ലോയർ. ആ കേസാണ് ഇവിടെ വരണേ അല്ലേ. കാറ് എംപ്ലോയർ കൊടുത്തേക്കണു, എക്സ്പെൻസ് മീറ്റ് ചെയ്യണതും എംപ്ലോയർ തന്നെ.
അങ്ങനെയുള്ള കേസിൽ നമ്മൾ പഠിച്ചേക്കുന്നത് കാർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നോക്കാം. ഫുള്ളി ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ നില്ല്, ഫുള്ളി പേഴ്സണൽ പർപ്പസ് ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ. ഇനി ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ് പർപ്പസിനാണെങ്കിൽ ആണോ നോക്കാം. അപ്പോൾ ഇവിടെ മൂന്നാമത്തെയാണ്, പാർട്ടിലി ഒഫീഷ്യലും പാർട്ടിലി പ്രൈവറ്റുമാണ്. അപ്പോൾ ഇനി എന്താ നോക്കണ്ടേ, കാറ് ബിഗ് കാറാണോ സ്മോൾ കാറാണോ നോക്കാം. അപ്പോൾ ഇവിടെ ബിഗ് കാറാണ്. അപ്പോൾ എമൗണ്ട് നമ്മൾ പഠിച്ചേക്കണത് 2400 പെർ മന്ത് ഈസ് ടാക്സബിൾ എന്നാണ് പറയുന്നത് ബിഗ് കാറാണെങ്കിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്ത് ഇന്നർ കോളം 2400 ഇൻറ്റു 12 എന്ന് മോട്ടോർ കാറിന് എഴുതിയിട്ട് 2400 ഇൻറ്റു 12 ഇന്നർ കോളം എഴുതാം. അങ്ങോട്ട് ഔട്ടർ കോളം എടുത്ത് എഴുതാറായിട്ടില്ല, ഇന്നർ കോളം എമൗണ്ട് എഴുതുക. ഇനി അതോടൊപ്പം ഒരു ഡ്രൈവറെ കൂടെ കൊടുക്കേണ്ടതെന്ന് പറയണില്ലേ. അപ്പോൾ ഡ്രൈവറെ കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡ്രൈവർ സാലറി എന്ന് പറഞ്ഞുകൊണ്ട് 900 പെർ മന്ത് കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ബിഗ് കാറാണെങ്കിൽ 2400 പ്ലസ് ഡ്രൈവറുടെ സാലറി 900 ഇൻറ്റു 12. ആ കിട്ടുന്ന രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് ഔട്ടർ കോളത്തിലേക്ക് എടുത്ത് എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇന്നർ കോളത്തിൽ 2400 ഇൻറ്റു 12 എത്രയാണോ കിട്ടുന്നത് അത് ഇന്നർ കോളം എഴുതുക. ഡ്രൈവറുടെ സാലറി 900 ഇൻറ്റു 12 കിട്ടണത് ഇന്നർ കോളം എഴുതുക. ആ ഇന്നർ കോളത്തിൽ രണ്ട് എമൗണ്ടും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഔട്ടർ കോളം ടോട്ടൽ എമൗണ്ട് എടുത്ത് എഴുതുക. ഇനി ഇത്രയേ ഉള്ളൂ അല്ലേ. ഹീ ഈസ് ഓൾസോ ഗെറ്റിംഗ് ആൻ എമൗണ്ട് ഓഫ് 1000 പെർ മന്ത് ആസ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് എംപ്ലോയി ആയാലും നോൺ ഗവൺമെൻറ് എംപ്ലോയി ആയാലും ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് പറഞ്ഞിട്ട് ഇന്നർ കോളം 1000 ഇൻറ്റു 12 ഔട്ടർ കോളം 12,000 എടുത്ത് എഴുതിയേക്കുക. ദ ലാസ്റ്റ് ഹീ പെയ്ഡ് 1200 ആസ് പ്രൊഫഷണൽ ടാക്സ്. പ്രൊഫഷണൽ ടാക്സ് എന്ന് പറഞ്ഞിട്ട് 1200 അടയ്ക്കുന്നുണ്ട്. അതെന്തിനു തന്നേക്കണതാ, ഏറ്റവും അവസാനം സാലറിയിൽ നിന്ന് ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് പ്രൊഫഷണൽ ടാക്സ്. അപ്പോൾ അത് അതിന് വേണ്ടി നീക്കി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസ് ഉള്ളൂ. എന്തൊക്കെയാണ്? സാലറി, ഡിയർനെസ് അലവൻസ്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, പെർക്വിസിറ്റിൽ വരുന്നത് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, പിന്നെ മോട്ടോർ കാറ്, ഇത്രയേ ഉള്ളൂ ഗ്രോസ് സാലറി. ഇനി നമുക്ക് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ നോക്കാം. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോക്കേണ്ടത്, അതും ക്ലാസ് ശ്രദ്ധിച്ചേക്കുക, ഒരു വീഡിയോയിൽ മാത്രമായിട്ട് ഇതിൻ്റെ ക്ലാസ് മിസ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അതിലേക്ക് റിവിഷൻ എടുത്തിട്ട് പ്രോബ്ലം ചെയ്യുക കേട്ടോ. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഗവൺമെൻറ് എംപ്ലോയി ആണോ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്ന് ആദ്യം നോക്കുക. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ലൈസൻസ് ഫീ ആണ്. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്നത് പ്രൈവറ്റ് കമ്പനി എന്നല്ലേ, അപ്പോൾ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നോക്കേണ്ടത് അക്കോമഡേഷൻ ഓൺഡ് ബൈ ദ എംപ്ലോയർ ആണോ അക്കോമഡേഷൻ ഹയേർഡ് ബൈ ദ എംപ്ലോയർ ആണോ എന്നാണ് നോക്കണ്ടേ. അപ്പോൾ ഹയേർഡ് ആണെങ്കിൽ റെൻറ്റ് പെയ്ഡ് ബൈ എംപ്ലോയർ എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് തന്നിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെ ഒരു എമൗണ്ട് ഇല്ല, പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് ഓൺഡ് ബൈ എംപ്ലോയർ ആണ് എന്നുള്ള അസംഷനിൽ പ്രോബ്ലം ചെയ്യാം. ഓൺഡ് ബൈ ദ എംപ്ലോയർ ആണെങ്കിൽ ഇനി എന്താ നോക്കണ്ടേ, ഏത് സിറ്റിയിലാണ്, 25 ലക്ഷത്തിനേക്കാൾ കൂടുതൽ പോപ്പുലേഷൻ ഉള്ളതാണോ, അതോ 10നും 25നും ഇടയിലുള്ളതാണോ, അതോ അതിനേക്കാൾ 10 ലക്ഷത്തിനേക്കാൾ താഴെയുള്ളതാണോ. അപ്പോൾ ഇവിടെ ചെന്നൈ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചെന്നൈ ഇസ് എ മെട്രോപൊളിറ്റൻ സിറ്റി, സോ ദ പോപ്പുലേഷൻ എക്സീഡ്സ് 25 lakhs അല്ലേ. അപ്പോൾ ടാക്സബിലിറ്റി എത്രയാ, 15% ഓഫ് സാലറി. അപ്പം അത്രയും തിയറി നമുക്ക് കിട്ടി. സാലറിയുടെ 15% ആണ് ടാക്സബിൾ ആക്കണ്ടേ. ഇനി അപ്പോൾ നോക്കിയേ സാലറി എത്രയാ, എങ്ങനെയാണ് കാണുക, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് സാലറി പ്ലസ് DA എൻറ്റേഴ്സ് ഇൻറ്റു പേ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ എടുക്കണ്ട. ഇവിടെ നമുക്ക് DA എന്ന് വെറുതെ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എൻറ്റേഴ്സ് ഇൻറ്റു പേ എന്നോ അല്ലാന്നോ അസ്യൂം ചെയ്തുകൊണ്ട് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ തൽക്കാലം എടുക്കണ്ട, പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് അത് എടുക്കുന്നില്ല. അപ്പോൾ സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് സാലറി വന്നു. അപ്പോൾ DA എടുക്കുന്നില്ല. ഫീസ്, ബോണസ്, കമ്മീഷൻ ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അത് മൂന്നും നമ്മുടെ പ്രോബ്ലത്തിൽ ഇല്ല. ഇനി വരുന്നത് അലവൻസസ് ആണ്, ടാക്സബിൾ അലവൻസസ്. അപ്പോൾ ഇവിടെ ആകെ എന്ത് മാത്രമേ ഉള്ളൂ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഒരു 12,000 രൂപയുണ്ട്. അപ്പോൾ സാലറി എന്ന് പറയാൻ ആകെ 2 ഐറ്റം ഉള്ളൂ, ബേസിക് സാലറിയും
പിന്നെ ഏതാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസും. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, അതിൻ്റെ 15% കണ്ടുവയ്ക്കുക. ഇന്നർ കോളം എമൗണ്ട് എഴുതുക കേട്ടോ. ഇന്നർ കോളം എഴുതാൻ പറഞ്ഞതിൻ്റെ കാരണം ഇത് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണ്. എന്നാൽ ആക്ച്വലി റെൻറ്റ് ഫ്രീ ആണോ? അല്ല. അപ്പോൾ മൈനസ് റെൻറ്റ് പെയ്ഡ് ബൈ എംപ്ലോയി 300 × 12, 300 പെർ മന്ത് നമ്മുടെ എംപ്ലോയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 300 × 12 ചെയ്യുമ്പോൾ 3600 എന്ന് വരും. എന്നിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് കൺസെഷണൽ റെൻ്റ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട് ഔട്ടർ കോളം എമൗണ്ട് ചെയ്ത്. ഇപ്പം ഇത്രയും 3ഉം 2ഉം 5 ഐറ്റേ ഉള്ളൂ. നമുക്ക് ഇത്രയും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഗ്രോസ് സാലറി കിട്ടും. ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് 3 ഡിഡക്ഷനാണ് ഒരു എംപ്ലോയിക്ക് കിട്ടുക. ഒന്ന് 16(1) പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000. ഇത് പ്രോബ്ലത്തിൽ എങ്ങും പറയില്ല, നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അത് എഴുതിക്കോളൂ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇന്നർ കോളം 50,000 എഴുതാം. ഓക്കെ. 2 16(2) പ്രകാരമുള്ളത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിഡക്ഷനാണ്. പക്ഷെ എന്താ പഠിപ്പിച്ചേക്കണേ? ടാക്സിബിൾ ഫോർ ഓൾ ബട്ട് ഡിഡക്ഷൻ ഈസ് ഓൺലി ഫോർ ഗവൺമെൻറ് എംപ്ലോയി. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എല്ലാവർക്കും ടാക്സിബിൾ ആവും, പക്ഷേ ഗവൺമെൻറ് എംപ്ലോയിക്ക് മാത്രമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ. നമ്മുടെ പ്രോബ്ലത്തിൽ മിസ്റ്റർ മുരളി ആരാണ്? പ്രൈവറ്റ് എംപ്ലോയി ആണ്. അതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിഡക്ഷൻ ഇല്ല. 3 പ്രൊഫഷണൽ ടാക്സ്. If any professional tax is paid by the employer or employee to state government, it is fully deductible. അപ്പോൾ നമുക്കിവിടെ 1200 രൂപ പ്രൊഫഷണൽ ടാക്സ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ 1200 കൂടെ 16(3) പ്രകാരം മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്രോസ് സാലറിയിൽ നിന്ന് കിട്ടുന്ന 2 ഡിഡക്ഷൻ, ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000, മറ്റൊന്ന് പ്രൊഫഷണൽ ടാക്സ് 1200. ഈ 2 എമൗണ്ടും കൂടെ ടോട്ടൽ ചെയ്ത് ഔട്ടർ കോൾ എടുത്ത് എഴുതുക. അത് ഗ്രോസ് സാലറിയിൽ നിന്ന് ആ എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി. ഓക്കെ. പ്രോബ്ലം തനിയെ വർക്കൗട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഗവൺമെൻറ് എംപ്ലോയി അല്ലാത്തതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ ഡിഡക്ഷൻ കുറയ്ക്കണില്ല. പിന്നെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കാണുമ്പോൾ DA ഡസ് നോട്ട് ഫോം ആയതുകൊണ്ട് അതും കൺസിഡർ ചെയ്യുന്നില്ല. ഇത് മാത്രമേ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളൂ. ബാക്കിയെല്ലാം പ്രോബ്ലം ചെയ്യുക, ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ആസ്ക് മീ. ഓക്കെ. നമുക്ക് സാലറിയുടെ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പ്രോബ്ലം സെലക്ട് ചെയ്യണത്. മിസ് ധന്യ ജോർജ് ഈസ് നൗ വർക്കിംഗ് ആസ് ജനറൽ മാനേജർ ഓഫ് എ ലിമിറ്റഡ് കമ്പനി. ലിമിറ്റഡ് കമ്പനി മീൻസ് നോൺ ഗവൺമെൻറ് എംപ്ലോയി. You are required to compute your taxable income under the head salary for the assessment year 2020-21. മന്ത്ലി സാലറി 7,500 പെർ മന്ത്. അപ്പോൾ മിസ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേക്കും നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഫോർമാറ്റ് വരച്ചിട്ടുണ്ടാവണം. ആ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുമ്പോഴും നമുക്ക് ആ ഫോർമാറ്റിലേക്ക് എഴുതാം. കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി ഇൻകം ഓഫ് മിസ്സിസ് ധന്യ ജോർജ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2020-21. പർട്ടിക്കുലേഴ്സ് കോളം, ഒരു ഇന്നർ എമൗണ്ട് കോളം, ഒരു ഔട്ടർ എമൗണ്ട് കോളം വരച്ചിടാം. അപ്പോൾ ആദ്യത്തെ ഐറ്റം മന്ത്ലി സാലറി 7,500. അപ്പോൾ സാലറി 7,500 × 12, ഔട്ടർ കോളം എമൗണ്ട്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ 1,313 × 12 ഔട്ടർ കോളം എമൗണ്ട് ചെയ്താൽ. കൺവേയൻസ് അലവൻസ് 800 പെർ മന്ത് തന്നിട്ടുണ്ട്. കൺവേയൻസ് അലവൻസ് എന്ന് പറഞ്ഞാൽ ഏത് ഹെഡിങ്ങിലാണ് പഠിച്ചതെന്ന് ഓർക്കുക. ഫുള്ളി എക്സംപ്റ്റഡ് ആണോ, ഫുള്ളി ടാക്സബിൾ ആണോ, പാർഷ്യലി എക്സംപ്റ്റഡ് ആണോ? അപ്പോൾ കൺവേയൻസ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലവൻസസ് കവേർഡ് അണ്ടർ സെക്ഷൻ 10(14)(1) അതിൻ്റെ തിയറി പഠിപ്പിച്ചേക്കുന്നത് എങ്ങനെയാണ്? ആക്ച്വൽ എക്സ്പെൻസസ് സ്പെൻഡ് ഫോർ ദ പർപ്പസ് ഈസ് എക്സംപ്റ്റഡ്, എക്സസ് വിൽ ബി ടാക്സബിൾ. അതായത് കൺവേയൻസ് അലവൻസ്, യൂണിഫോം അലവൻസ്, ഇതൊക്കെ പറഞ്ഞ് ഹെൽപ്പർ അലവൻസ് ഒക്കെ ഒഫീഷ്യൽ പർപ്പസിന് എത്ര സ്പെൻഡ് ചെയ്തോ അത്രയും എക്സംഷൻ കൊടുക്കുക. എക്സസ് ഉണ്ടെങ്കിൽ മാത്രം ടാക്സബിൾ ആക്കുക എന്നാണ് പഠിപ്പിച്ചേക്കണേ. ഇവിടെ നമുക്ക് കൺവേയൻസ് അലവൻസ് 800 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എത്രത്തോളം ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിച്ചു, എത്രത്തോളം ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ കേസിൽ എന്ത് ചെയ്യണം? It is assumed that the full amount is spent for official purpose. മൊത്തം എമൗണ്ട് ഒഫീഷ്യൽ പർപ്പസിന് സ്പെൻഡ് ചെയ്തു എന്ന് അസ്യൂം ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരൊറ്റ എമൗണ്ട് ടാക്സബിൾ ആക്കണ്ട. കൺവേയൻസ് അലവൻസ് എഴുതുക, ഔട്ടർ കോളം നിൽ എഴുതുക.
ഓക്കെ, എന്നിട്ട് നമുക്ക് താഴെ വർക്കിംഗ് നോട്ടായിട്ട് കാണിക്കുക. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് കൺവേയൻസ് അലവൻസ് ഈസ് ഫുള്ളി സ്പെൻഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ്. ഇനി ബോണസ് 2 months സാലറി എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ എന്ത് ചെയ്യുക, ബോണസ് എഴുതിയിട്ട് 7500 ഇൻറ്റു 2. അടുത്തത് കമ്മീഷൻ 1 month സാലറി. അപ്പോൾ എന്താണ് 7500 ഇൻറ്റു 1 7500. അടുത്തത് ഷീസ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ അറ്റ് കൊച്ചി. ദ കമ്പനി ഈസ് പേയിങ് 45,000 ആസ് റെൻറ്റ് ആൻഡ് 6,750 പെർ മന്ത് ഫോർ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്. ഒരു റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കൊച്ചിയിൽ കൊടുക്കുന്നുണ്ട്. അവിടെ കമ്പനി കൊടുക്കുന്നത് 45,000 ആണ് കമ്പനി അതിന് റെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഏത് കാറ്റഗറിയാണ്, ഏത് കേസാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണ്. അക്കോമഡേഷൻ ഹയേർഡ് ബൈ ദ എംപ്ലോയർ ആണ്. വാടക എംപ്ലോയർ കൊടുക്കുന്ന വാടകയല്ലേ തന്നേക്കണേ, അപ്പോൾ സ്വന്തമല്ല, ഹയേർഡ് ആണ്. ഹയേർഡ് ആണെങ്കിലുള്ള നിയമം ഇതാണ്, 15% ഓഫ് സാലറി ഓർ റെൻറ്റ് പെയ്ഡ് ബൈ എംപ്ലോയർ വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ റെൻറ്റ് പെയ്ഡ് ബൈ എംപ്ലോയർ എന്ന് പറയുന്നത് 45,000 ആണ്. അത് അല്ലെങ്കിൽ സാലറിയുടെ 15%. സാലറി എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെ വരും, ബേസിക് സാലറി വരും, ബോണസ് വരും, കമ്മീഷൻ വരും, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് വരും. ഇത്രേ വരുള്ളൂ, വേറെ ഒന്നും വരില്ല. സാലറി, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, ബോണസ്, കമ്മീഷൻ, ഈ ഐറ്റംസ് 4 കൂടെ ആഡ് ചെയ്യുക, അതിൻ്റെ 15% കണ്ടുവയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് ആണോ അതോ റെൻറ്റ് പെയ്ഡ് ബൈ എംപ്ലോയർ 45,000 ആണോ, വിച്ച് എവർ ഈസ് ലെസ്, ഏതാ ചെറുത് നോക്കുക. ആ ചെറുതാണ് വാല്യൂ ഓഫ് RFA ആയിട്ട് നിങ്ങൾ എടുക്കണ്ടേ. ഓക്കെ, അപ്പോൾ അതാണ് ടാക്സബിൾ വാല്യൂ ഓഫ് RFA. കണ്ടുവച്ചേക്കാം കേട്ടോ. അത് ഒന്നും കൂടെ പറയാം. സാലറി എന്ന് പറയുന്നത്, RFAയുടെ സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി പ്ലസ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് പ്ലസ് ഫീസ്, ബോണസ്, കമ്മീഷൻ. അപ്പോൾ ഇവിടെ ഫീസ് ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. അതെല്ലാം കൂടെ ആഡ് ചെയ്യുക, അതിൻ്റെ 15% കണ്ടിട്ടുള്ള എമൗണ്ട് കാണുക. ആ എമൗണ്ട് ഓർ 45,000 വിച്ച് എവർ ഈസ് ലെസ്, അതാണ് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്ക്. അതിൻ്റെ കൂടെ പ്ലസ് എന്തുകൂടെ കൊടുക്കേണ്ടത്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിന് കൊടുക്കേണ്ടതെന്ന് പറയണു. പക്ഷേ ആ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിന് എംപ്ലോയർ കൊടുക്കുന്നത് 6,750 രൂപയാണ്. അതിൻ്റെ അർത്ഥം എന്താ, എംപ്ലോയറുടെ സ്വന്തം ഫർണിച്ചർ അല്ല കൊടുത്തേക്കണേ, എംപ്ലോയർ എവിടുന്നോ വാടകയ്ക്ക് എടുത്തിട്ടാണ് കൊടുത്തേക്കണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആക്ച്വൽ റെൻറ്റ്, ആ ഫർണിച്ചറിൻ്റെ ആക്ച്വൽ റെൻറ്റ് എത്രയാണോ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ ആ വിച്ച് എവർ ഈസ് ലെസ് എന്ന് കിട്ടിയ എമൗണ്ടിൻ്റെ കൂടെ ഫർണിച്ചറിൻ്റെ റെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 6,750 രൂപ ആഡ് ചെയ്യുക. അതാണ് വാല്യൂ ഓഫ് RFA. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റ്, ദി ഇലക്ട്രിക് ആൻഡ് വാട്ടർ ചാർജ് എമൗണ്ടിങ് ടു 13,500 ഈസ് ഓൾസോ മെറ്റ് ബൈ ദ കമ്പനി. എംപ്ലോയിയുടെ ഇലക്ട്രിക് ആൻഡ് വാട്ടർ ചാർജ് 13,500 രൂപ വരുന്നുണ്ട്. അത് എംപ്ലോയറാണ് അടയ്ക്കണേന്ന്. അത് ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. ആ 13,500 എംപ്ലോയിക്ക് ടാക്സബിൾ ആക്കുക. വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ബില്ലെന്ന് പറഞ്ഞിട്ട് 13,500 ഔട്ടർ കോൾ ചെയ്തുക. ഷീ ഈസ് ഓൾസോ പ്രൊവൈഡഡ് വിത്ത് എ ലഞ്ച് ബൈ ദ കമ്പനി ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ് അറ്റ് വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിൽ വർക്കിംഗ് അവേഴ്സിൽ ഒരു ലഞ്ച് കൊടുക്കുന്നുണ്ട്. ആ ലഞ്ചിൻ്റെ കോസ്റ്റ് എന്ന് പറയണത് 40 രൂപയാണ് ഒരു മീലിന്. അങ്ങനെ 300 ദിവസം കൊടുക്കുന്നുണ്ട്. കമ്പനി റിക്കവേർഡ് അതിന് 10 രൂപ വെച്ച് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുമുണ്ട്. അപ്പം നമ്മൾ പഠിച്ചേക്കുന്ന തിയറി ഇതാണ്, വർക്ക് പ്ലേസിൽ വർക്കിംഗ് അവേഴ്സിൽ ലഞ്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം 50 രൂപയുടെ വരെയുള്ള ലഞ്ച് ഫ്രീ ആണ്. ആ 50 രൂപ കൂടണ്ടെങ്കിൽ മാത്രമേ ടാക്സ് കൊടുക്കണ്ടൂ. ഇവിടെ ആകെ 40 രൂപയുടെ ലഞ്ചാണ് കൊടുക്കണേ. അതുകൊണ്ട് ഫ്രീ ലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഫുള്ളി എക്സംപ്റ്റഡ് ആക്കുക. ഔട്ടർ കോളം നിൽ എന്നിട്ടാൽ മതി, ടാക്സബിൾ അല്ല. അപ്പം ഇത്രയാണ് നമുക്ക് ഗ്രോസ് സാലറി വരണേ. ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ടാക്സ്, അഥവാ എംപ്ലോയ്മെൻറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊഫഷണൽ ടാക്സ് ആണ്. അപ്പോൾ അത് 16(2) പ്രകാരം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത്രയും 1 മുതൽ 7 വരെയുള്ള ഐറ്റംസ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഗ്രോസ് സാലറി. ഗ്രോസ് സാലറിയിൽ നിന്ന് നിർബന്ധമായിട്ടും കുറയ്ക്കേണ്ട ഫസ്റ്റ് ഡിഡക്ഷൻ ഏതാ, ക്വസ്റ്റ്യനിൽ തരാത്തതും നിങ്ങൾ നിർബന്ധമായിട്ടും കുറയ്ക്കേണ്ടത് ഏതാ, 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അത് മൈനസ് ചെയ്യുക. പിന്നെ എംപ്ലോയ്മെൻറ്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് 1,000 രൂപ കൊടുത്തിട്ടുണ്ട്, അതും മൈനസ് ചെയ്യുക. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്തേ നമ്മൾ മൈനസ് ചെയ്യാത്തേ,
എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉള്ള പ്രോബ്ലമാണ്. പക്ഷേ 16(2) പ്രകാരം ഞാൻ മൈനസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? മൈനസ് ചെയ്യാൻ ഡിഡക്ഷൻ കിട്ടണത് ഗവൺമെൻറ് എംപ്ലോയിക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ ധന്യ എന്ന് പറയണത് ലിമിറ്റഡ് കമ്പനിയിലെ മെമ്പറാണ്, അപ്പോൾ നോൺ ഗവൺമെൻറ് എംപ്ലോയിയാണ്. അപ്പോൾ ബാക്കി കിട്ടണതാണ് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി. സോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൗട്ട് വരും. ഓക്കെ, മിസ്സിൻ്റെ വീഡിയോ കണ്ടാലും കേട്ടാലും ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടാവും. ഡോണ്ട് ഫീൽ ബാഡ്. അത് എത്ര തന്നെയാണെങ്കിലും സിമ്പിൾ ഡൗട്ടായാലും ടഫ് ഡൗട്ടായാലും മിസ്സിനെ വിളിക്കുക. ക്ലാരിഫിക്കേഷൻ എടുത്തതിന് മാത്രം ഒരു ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. 40 ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തനിയെ വർക്കൗട്ട് ചെയ്യാനുള്ളതാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. മിസ്റ്റർ പ്രകാശ് നൗ വർക്കിംഗ് ഇൻ എ പ്രൈവറ്റ് കമ്പനി ബാംഗ്ലൂർ. അപ്പോൾ പ്രൈവറ്റ് കമ്പനിയാണ്, ബാംഗ്ലൂരാണ്, ശ്രദ്ധിക്കുക. സാലറി തന്നിട്ടുണ്ട്, DA തന്നിട്ടുണ്ട്. റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ, അതിൽ റെൻറ്റ് പെയ്ഡ് ബൈ എംപ്ലോയർ ആണ് തന്നേക്കുന്നത് കേട്ടോ, ശ്രദ്ധിച്ച് ചെയ്യാം. കാറ് എൻജിൻ കപ്പാസിറ്റി 1.5 ലിറ്റർ സ്മോൾ കാറാണ്, എംപ്ലോയർ കൊടുത്തേക്കുന്നതാണ്. ആ കാറിൻ്റെ എല്ലാ എക്സ്പെൻസും മെറ്റ് ചെയ്യുന്നത് എംപ്ലോയറാണ്. കാറ് പേഴ്സണലിനും ഒഫീഷ്യലിനും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കിട്ടുന്നുണ്ട്, പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ലണ്ടനിൽ പഠിക്കുന്നുണ്ട്, ആ പഠിക്കുന്നതിൻ്റെ എഡ്യൂക്കേഷണൽ എക്സ്പെൻസുകൾ മെറ്റ് ചെയ്യുന്നത് എംപ്ലോയറാണ്. ആ എക്സ്പെൻസ് 7000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് എഡ്യൂക്കേഷൻ അലവൻസ് അല്ല, എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയാണ്. എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയുടെ തിയറി എന്താണെന്നുള്ളത് നല്ലോണം ആലോചിച്ച് നോക്കുക. എന്താണ് എക്സ്പെൻസ് വരിക എന്നുള്ളത് കേട്ടോ, എന്നിട്ട് ടാക്സബിൾ ആക്കണോ വേണ്ടതെന്നുള്ളത് ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ മിസ്സ് പറഞ്ഞുതരാം, അതൊന്ന് തനിയെ വർക്കൗട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഡൗട്ടുകൾ ഉണ്ടാവും, ചോദിക്കുക. റഫായിട്ട് ചെയ്തതിന് ശേഷം ഡൗട്ട് ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക്